എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാവരും അപ്പാർട്ട്മെൻറ്റ് ലൈഫായി കഴിഞ്ഞു ജാസ്തി. അത് കാരണം മുമ്പത്തെ വരെ മുറ്റത്ത് ഓണം പൂക്കളിടുന്നതെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഫ്ലാറ്റായാലും ഫ്ലാറ്റിൻ്റെ ഉള്ളിലും പുറത്തും അതേമാതിരി പൂക്കളങ്ങൾ ഇട്ടിട്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരും പോയി നോക്കിക്കൊണ്ടിരിക്കണം. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുറ്റത്തിലിട്ടാൽ ഇവിടെ നിന്ന് നോക്കിയാൽ അടുത്ത മുറ്റം കാണും. അങ്ങനെ ഇപ്പോൾ അത് പറ്റുന്നില്ല. അത്രയുള്ള വ്യത്യാസം. വേറെ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. അതിനേക്കാളും ജാസ്തിയുള്ളൂ. അവിടെ വലിയ വലിയ വീടുകൾ വേറെ വേറെ സ്ഥലത്തുള്ളപ്പോൾ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക്. പഴയ കാലം നോക്കുമ്പോൾ അതിനേക്കാളും ജാസ്തിയാവുന്നുള്ളൂ. ഒന്നും കുറഞ്ഞിട്ടില്ല ഇവിടെ. എൻ്റെ രണ്ടാമത്തെ ഓണാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ. കഴിഞ്ഞ കൊല്ലം അടിപൊളിയായിട്ടെല്ലാം നടത്തി. ഇക്കുറി അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽക്ക് വയസ്സായവരിൽ എല്ലാവരും ഡെഫിനറ്റ് അതുണ്ടാവുമായിരിക്കോ, പറ്റില്ലല്ലോ, നാട് മറക്കാൻ പറ്റില്ല. അതൊരു തനി ടേസ്റ്റ്. ബട്ട് ദിസ് ഈസ് ഓൾസോ റിയലി ഗുഡ്. അതേമാതിരി നടക്കുന്നുണ്ട്. അതെ, ഇവിടെ മലയാളികൾ മാത്രമല്ല, നമ്മുടെ മലയാളികൾ ആഘോഷിച്ചാലും അല്ലാത്ത ഭാഷക്കാരും നിറയുണ്ട് ഇവിടെ. ഇറ്റ് ഈസ് എ മിനി ഇന്ത്യ. എല്ലാവരും ചേർന്നിട്ടാണ് ഞങ്ങൾ ഇക്കുറി ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞൂരെ അങ്ങനെ തന്നെയാണ് നടന്നത്. സ്പോർട്സിനെല്ലാം എല്ലാ കുട്ടികളും വരും, എല്ലാ ലേഡീസും വരും. അനവധി കൂട്ടായ്മ ഇവിടെ 10, 200, 300 ഫാമിലി ഉള്ളത് കാരണം എല്ലാ ഭാഷക്കാരും ഉണ്ട്. എല്ലാവരും ചേർന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗണേശ ചതുർത്ഥി റീസെൻ്റായിട്ട് നടന്നു, അതിലെല്ലാവരും ചേർന്നു. അതുമാതിരി തന്നെ ഓണത്തിനും എല്ലാവരും വരുന്നു. അതെ, അതൊന്നുമില്ല. ഇവിടെ ജാസ്തി നടക്കുന്നത് പറയുന്ന മാതിരി. ഇതേമാതിരി നിറയെ അസോസിയേഷനുള്ള കാരണം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി ഇതേമാതിരി ഇവിടുന്ന് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവിടെ പോയി ജോയിൻ ചെയ്തിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുമാതിരിയുള്ള വിശേഷങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഓണം. സത്യം പറഞ്ഞാൽ നാട്ടിൽ ഓണം മിസ് ചെയ്യണില്ല. കാരണം നാട്ടിലുള്ളപ്പോൾ ഇത്രയ്ക്കധികം ആക്ടിവിറ്റീസ് ഞാൻ കണ്ടിട്ടില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബാംഗ്ലൂർ ഓണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് പൂക്കളാണെങ്കിലും സദ്യ ആണെങ്കിലും ടഗ് ഓഫ് വാർ എല്ലാതും. നാട്ടിൽ പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ബാംഗ്ലൂർ ഓണം എന്ന് പറയുമ്പോൾ നാട്ടിലോണം ഇവിടെ 1 മാസം ഏകദേശം നീണ്ടു നിൽക്കുന്ന പരിപാടി. ഞങ്ങൾ 1 മാസം മുൻപ് തന്നെ ഡാൻസിൻ്റെ പ്രാക്ടീസും തിരുവാതിരക്കളി എല്ലാതും ഞങ്ങൾ തുടങ്ങും. ഇനി സെപ്റ്റംബർ 22 വേറൊരു ഓണാഘോഷം ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയും സമൃദ്ധിയായിട്ടുള്ള ആഘോഷങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മിസ് ചെയ്യണില്ല.